ഫുട്ബോൾ എങ്ങനെയാണ് ഒളിമ്പിക്സിൽ എത്തിയതെന്ന് കാണാം. അതിനു മുൻപ് ഗോളാകാത്ത ഒരു ഗോളുണ്ട് ചരിത്രത്തിൽ. അതേതാണെന്ന് നോക്കാം. ഗോളാകാത്ത ഗോൾ 1970 ലോകകപ്പ് മത്സരം. ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പെലെയുടെ കാലിൽ നിന്ന് പന്ത് വെടിയുണ്ട പോലെ ഇംഗ്ലണ്ടിന്റെ ഗോൾ വലയത്തിലേക്ക് പാഞ്ഞു. ജനം ആർത്തു വിളിച്ചു ഗോൾ. ഒരു നിമിഷം ഗോളി ഗോൾഡൻ പാങ്സിന്റെ കയ്യിൽ തട്ടി പന്ത് പുറത്തേക്ക് തെറിച്ചു. ആർക്കും വിശ്വസിക്കാനായില്ല ആ കാഴ്ച. ഏതായാലും ആ ഗോളായില്ല. ഗോൾഡൻ പാങ്സ് സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്തു. ഗോളാകാത്തൊരു ഗോളിന്റെ കഥ. ഫുട്ബോൾ എങ്ങനെയാണ് ഒളിമ്പിക്സിൽ എത്തിയതെന്ന് നോക്കാം. ഫുട്ബോൾ ഒളിമ്പിക്സിലെത്തിയത് ലണ്ടൻ ഒളിമ്പിക്സിലാണ്. ഇതിൽ ആകെ 5 ടീമുകൾ പങ്കെടുത്തു. ആതിഥേയരായ ഇംഗ്ലണ്ട് തന്നെ ജേതാക്കളായി. ഇതേവരെ നടന്ന ഒളിമ്പിക്സുകളിൽ ഒരിക്കലേ ഫുട്ബോൾ മത്സരം നടക്കാതെ പോയുള്ളൂ. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലായിരുന്നു അത്. 1996 അറ്റ്ലാന്റയിൽ നടന്ന ഒളിമ്പിക്സിൽ വനിതാ ഫുട്ബോൾ ആദ്യമായി ഉൾപ്പെടുത്തി. ആകെ 8 ടീമുകളാണ് ഇതിൽ പങ്കെടുത്തത്. ആതിഥേയരായ USA തന്നെയായിരുന്നു വിജയികൾ. 2000 സിഡ്നി ഒളിമ്പിക്സിലും വനിതാ ഫുട്ബോൾ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് നിലവിലുള്ള ചാമ്പ്യന്മാരായ USA 3-2 തോൽപ്പിച്ച് നോർവേ ജേതാക്കളായി. ഏറ്റവും അധികം ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയത് ഹംഗറിയാണ്, 3 തവണ. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലും 1964 ടോക്കിയോ ഒളിമ്പിക്സിലും 1968 മെക്സിക്കോ ഒളിമ്പിക്സിലുമായിരുന്നു ഇവരുടെ വിജയം. ഇംഗ്ലണ്ടും ഉറുഗ്വേയും 2 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണങ്ങൾ വീതം നേടിയിട്ടുണ്ട്. 1908 1912 ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ 1928 ഉറുഗ്വേ സ്വർണം നേടി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഫുട്ബോളിൽ വിജയികളായത് ക്യാമറൂണാണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ നൈജീരിയയ്ക്കായിരുന്നു ഈ നേട്ടം. ഗോളടി വീരന്മാരായ ചില ഗോളികളെ പരിചയപ്പെട്ടാലോ? ഗോളികളും ചിലപ്പോൾ എതിർ പോസ്റ്റിൽ ഗോളടിക്കാറുണ്ട് എന്നറിയാമല്ലോ. ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഗോളി ആരാണെന്നോ? പരാഗ്വേക്കാരൻ ജോസ് ലൂയിസ് ഷിലാവർട്ട്. 6-1 എതിരാളികളെ തറം പറ്റിച്ച മത്സരത്തിൽ ഷിലാവർട്ട് 3 ഗോൾ അടിച്ചു. 3 പെനാൽറ്റിയിലൂടെയാണ് എന്ന് മാത്രം. വ്യത്യസ്തമായ ഒരു റെക്കോർഡിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? അതൊരു പന്ത് തട്ടുന്നതിനെ കുറിച്ചുള്ള റെക്കോർഡാണ്. ഒരു പ്രത്യേക തരത്തിലാണ് ആ പന്ത് തട്ടുന്നത്. നോക്കാം. പന്ത് നിലം തൊടാതെ 19 മണിക്കൂറിലധികം തട്ടിക്കളിക്കുക, അതും ഒറ്റയ്ക്ക്. റിക്കാർഡിനോ നീവ്സ് എന്ന ബ്രസീലുകാരനാണ് ഈ റെക്കോർഡ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്ന പ്രകടനത്തിൽ തലയും കാലും മാത്രം ഉപയോഗിച്ച് പന്ത് തട്ടിയാണ് നീവ്സ് ഈ അത്ഭുതകരമായ റെക്കോർഡ് സ്വന്തമാക്കിയത്. 30 സെക്കൻഡ് കൊണ്ട് 136 തവണ പന്ത് തട്ടിയ ഒരു വീരനുമുണ്ട്, അമേരിക്കക്കാരനായ ഹെർഡി അഡോബോ. പന്ത് മായുവിലേക്ക് തട്ടിയായിരുന്നു അഡോബോയുടെ പ്രകടനം. ഫുട്ബോൾ വിചിത്രമാകുന്നു, അത്ഭുതകരമാകുന്നു. ഇനിയുമുണ്ട് കഥ പറയുന്ന കാൽപന്തിന് ചില റെക്കോർഡുകളുടെ കഥ പറയാൻ. ഫുട്ബോൾ നിയമങ്ങൾ. ഹൗസ് ആക്ട്. ഈ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ക്രിക്കറ്റ് ആണല്ലേ? എന്നാൽ ഒരു കാലത്ത് അതെന്താണ്, ഹൗ ഇസ് ദാറ്റ് എന്നുള്ള ആ ചോദ്യം ഫുട്ബോളിലും നിലനിന്നിരുന്നു. ആദ്യത്തെ ഫുട്ബോൾ അസോസിയേഷൻ രൂപം കൊണ്ടത് 1863 എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞല്ലോ. ഇതുണ്ടാകുന്നതിന് മുൻപും ഉണ്ടായതിനു ശേഷമുള്ള ഏതാണ്ട് 20 വർഷക്കാലവും ഫുട്ബോളിന് കൃത്യമായ നിയമങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓരോ ടീമിനും അവരവരുടേതായ നിയമങ്ങൾ. അതായിരുന്നു സ്ഥിതി. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഇംഗ്ലണ്ടിലെ പലയിടങ്ങളിലും വലിയ സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഫുട്ബോൾ. അതായത് 100-200 വരെ കളിക്കാരുള്ള ടീമുകൾ. ഓരോ ടീമിനും
തോന്നിയ പോലെ നിയമങ്ങൾ. മത്സരത്തിൽ എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് എന്ന് ക്യാപ്റ്റന്മാർ തമ്മിൽ ധാരണയിലാകും. അതിനുശേഷമാണ് അക്കാലത്ത് കളി തുടങ്ങിയിരുന്നത്. അന്നൊക്കെ ഓരോ മത്സരത്തിലും മൈതാനത്തിന്റെ അളവുകൾ പോലും വ്യത്യസ്തമായിരുന്നു. കൊടികൾ കൊണ്ട് വേർതിരിച്ച് അതിർത്തിക്കുള്ളിൽ ഇന്നത്തേതുപോലുള്ള ടച്ച് ലൈനോ ഗോൾ ലൈനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മാത്രമല്ല കളി നിയന്ത്രിക്കാൻ റഫറിയും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ ആ സ്ഥലം അടയാളപ്പെടുത്തി എതിർ കളിക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കും, ഹൗസ് ദാറ്റ്. അതോടെ ടീമിന് കിക്ക് ലഭിക്കും. എതിർ ടീമിനെ വഞ്ചിക്കുന്നത് ഫൗൾ പ്ലേ ആയി കണക്കാക്കിയിരുന്നു. ഫുട്ബോൾ മാന്യന്മാരുടെ കളിയാണെന്ന് കളിക്കാരും കാണികളുമൊക്കെ വിശ്വസിച്ചു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ടീം കളികൾ സഹായിക്കുമെന്ന് അധ്യാപകർ ശക്തമായി വാദിച്ച കാലമായിരുന്നു അത്. അതോടെ ഫുട്ബോളിന് ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ വൻ പ്രചാരം ലഭിച്ചു. മൈതാനത്തിന്റെ അളവുകളെ കുറിച്ച് ഓരോ പബ്ലിക് സ്കൂളിലെ അധ്യാപകർ ഒരു തീരുമാനത്തിലെത്തി. ഗോൾമുഖം 12 അടിയാക്കാം എന്നായിരുന്നു അവരുടെ തീരുമാനം. ഗോൾ അടിച്ചാലുടൻ ടീമുകൾ പരസ്പരം ഗോൾ പോസ്റ്റുകൾ മാറണമെന്നും അവർ നിർദ്ദേശിച്ചു. ഹാരോ, ഈറ്റൻ, അപ്പിംഗ്ഹാം, വിഞ്ചർ, റഗ്ബി തുടങ്ങി പല പബ്ലിക് സ്കൂളുകളിലും പല നിയമങ്ങൾ ഉണ്ടായിരുന്നു. 1848 16 നിയമങ്ങളുള്ള കേംബ്രിഡ്ജ് റൂൾസ് നിലവിൽ വന്നു. 1856 ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ക്ലബായ ഷെഫീൽഡ് അവരുടെ നിയമങ്ങൾ വേറെയുണ്ടാക്കി. 1863 ഡിസംബർ 8 ഫുട്ബോൾ അസോസിയേഷൻ ആദ്യത്തെ നിയമാവലി പുറത്തിറക്കി. ഇതിൽ 14 നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഗോൾ കിക്ക്, പെനാൽറ്റി കിക്ക്, ഓഫ് സൈഡ് ഫ്രീ കിക്ക് എന്നിവയുടെ ആദ്യ രൂപങ്ങൾ അടങ്ങിയിരുന്നു. ഒരു ടീമിൽ കളിക്കുന്ന കളിക്കാരുടെ എണ്ണം 11. അങ്ങനെയായിരിക്കണം എന്ന് ധാരണയായി. ഇത് 1870 കേട്ടോ. ഗോൾ കീപ്പർ എന്ന വാക്ക് ആദ്യമായി ഫുട്ബോളിന്റെ നിയമപുസ്തകത്തിൽ സ്ഥാനം പിടിക്കാൻ പിന്നെയും 1 വർഷമെടുത്തു. കളി നിയന്ത്രിക്കാൻ വിസിൽ ആദ്യമായി ഉപയോഗിച്ചതാവട്ടെ 1878. റഫറി ഉണ്ടെങ്കിലും അയാൾ കളിക്കളത്തിന് പുറത്തുനിന്നാണ് തുടക്കത്തിൽ കളി നിയന്ത്രിച്ചിരുന്നത്. 1891 റഫറി കളിക്കളത്തിനകത്തെത്തി. കളി നിയന്ത്രിക്കാൻ റഫറിക്ക് പുറമെ 2 അമ്പയർമാർ കൂടി ഉണ്ടായിരുന്നു. 1874 അവർ രംഗത്തെത്തി. ആദ്യത്തെ പെനാൽറ്റി കിക്ക് പിറന്നത് 1891. 1904 ഫിഫ നിലവിൽ വന്നു. ശേഷവും FA ബോർഡ് എന്ന ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ നിയമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഫിഫയുടെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഗോൾ കീപ്പർക്ക് പെനാൽറ്റി ഏരിയക്കകത്ത് മാത്രമേ പന്ത് കൈവച്ചു പിടിക്കാൻ പാടുള്ളൂ എന്ന നിയമം വന്നത് 1913. അതുവരെ സ്വന്തം പകുതിയിൽ എവിടെയോ വച്ച് ഗോൾ കീപ്പർക്ക് പന്ത് കൈകൊണ്ട് പിടിക്കാമായിരുന്നു. 1925 ഓഫ്സൈഡ് നിയമത്തിൽ മാറ്റം വരുത്തി. അതോടെ കളിയുടെ ശൈലിയാകട്ടെ കൂടുതൽ മെച്ചപ്പെട്ടു. 1990 ഇതിൽ വീണ്ടും മാറ്റം വന്നു. കളിയുടെ വേഗത കൂടുകയും അതുവഴി കൂടുതൽ ഗോളുകൾ ഉണ്ടാവുകയും ചെയ്യാൻ ഈ നിയമം സഹായിച്ചു. 1938 ഫുട്ബോളിന്റെ 17 നിയമങ്ങൾ ഒന്നുകൂടി പരിഷ്കരിച്ച് പുറത്തിറക്കി. നീണ്ട 28 വർഷക്കാലം ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന സർ സ്റ്റാൻലി റൂസ് ആണ് FA ബോർഡിന് വേണ്ടി ഈ നിയമാവലി പുതുക്കി എഴുതിയത്. 1997 വീണ്ടും ഈ നിയമാവലി പരിഷ്കരിച്ചു. ഇന്നത്തെ നിയമം അനുസരിച്ച് ഗോൾ പോസ്റ്റിന്റെ ഉള്ളളവ് 24 അടിയും ഗോൾ ലൈനിൽ നിന്ന് ക്രോസ് ബാറിന്റെ അകവശത്തേക്കുള്ള ഉയരം 8 അടിയുമാണ്. ഗോൾ പോസ്റ്റിന്റെ കാലുകളെയും പിന്നിൽ ഗ്രൗണ്ടിനെയും മൂടികൊണ്ട് ഗോൾ നെറ്റ് വെക്കാം. ഗോൾ പോസ്റ്റുകളും ക്രോസ് ബാറുകളും വെള്ള നിറമായിരിക്കണം. മാത്രമല്ല ഗോൾ പോസ്റ്റുകൾ നിലത്ത് ഉറപ്പിച്ചിരിക്കുകയും വേണം. പന്ത് ഗോളാകൃതിയിലാവണമെന്ന് നിർബന്ധവുമുണ്ട്.
70 സെന്റിമീറ്റർ, അതായത് 28 ഇഞ്ചിൽ കൂടാതെയും 68 സെന്റിമീറ്റർ, അതായത് 27 ഇഞ്ചിൽ കുറയാതെയും ഇതിന് ചുറ്റളവുണ്ടായിരിക്കണം. കളി ആരംഭിക്കുമ്പോൾ പന്തിന്റെ തൂക്കം 450 ഗ്രാമിൽ കൂടുകയോ 410 ഗ്രാമിൽ കുറയുകയോ ചെയ്യരുത്. ഒരു ടീമിൽ ഗോൾ കീപ്പർ ഉൾപ്പെടെ 11 പേരാണ് ഉള്ളത്. ഏതെങ്കിലും ടീമിൽ 7ൽ കുറഞ്ഞ കളിക്കാർ മാത്രമാണെങ്കിൽ മത്സരം ആരംഭിക്കരുത്. റഫറിയും മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകളും മുൻകൂട്ടി ധാരണയിലല്ലെങ്കിൽ മത്സരം 45 മിനിറ്റ് വീതമുള്ള 2 പകുതികളിലേക്കാക്കും. ഇങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങൾ ഫുട്ബോളിനുണ്ട്.